ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഏകലാണ്. ഒന്നുമില്ല, ഫസിൽ സാർ വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂവിൽ എന്ന് പറഞ്ഞ വലിയൊരു ചാപ്റ്റർ ഉണ്ട്. ആദ്യത്തെ ഈ രണ്ട് ചാപ്റ്റേഴ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങളെ കിളി പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട, അതിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ജസ്റ്റ് ഒരു ഐഡിയ തരാം. നമുക്കറിയാം, അതിൻ്റെ യൂട്യൂബ് ലൈവുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസിൽ സാറ് വന്നിട്ടുള്ളത്. അപ്പം ഒരു ലൈവ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഏകണ്ഠൻ ചാനൽ ഉണ്ടെങ്കിലോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതിനർത്ഥം. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ചാനലിലൂടെ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആപ്പിലാണെങ്കിലും നമ്മുടെ മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോരണം ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം, ഷെയർ ചെയ്യണം. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേ ഒന്നും കൂടെ വെൽക്കം ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതലം, പ്ലെയിൻസിനെ കുറിച്ചിട്ടാണ്. പ്ലെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ വിമാനം അല്ല കേട്ടോ, പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ സമതലം എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമുക്കിവിടെ ചോദ്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, ആദ്യത്തെ ചോദ്യമായിട്ട് നമുക്ക് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ രൂപീകരണം വിശദീകരിച്ചേ മതിയോ? മറ്റു രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ സംഭവം എത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിരുന്ന മൗണ്ടെയ്ൻസിനെ കുറിച്ചിട്ട്. ആ മൗണ്ടെയ്ൻ പർവ്വതത്തിൽ നിന്ന് എന്ത് വരുന്നുണ്ടെന്ന് അറിയാവോ? റിവേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അരുവികൾ, സ്ട്രീംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം റിവ്യൂലേഷൻ എന്ന് വെച്ചാൽ റിവേഴ്സ് എന്നതിനാണ് അർത്ഥം. അത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഉയരങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വലിയ സ്ട്രീമുകളായിട്ട് മാറും, റിവറുകളായിട്ട് മാറുന്നു. അതെല്ലാം കൂടെ വരുമ്പം അവിടെ എന്ത് നടക്കുന്നുണ്ടെന്ന് അറിയാവോ? അത് കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. സെഡിമെന്റ്സ് എന്ന് വെച്ചാൽ അവസാദങ്ങളാണ്. സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിഷൻ. അതിൻ്റെ ഫൂട്ട് ഹിമാലയത്തിൻ്റെ ഫൂട്ട് ഹിമാലയം കഴിഞ്ഞ് മൗണ്ടെയ്ൻസിന് താഴെയായിട്ടുള്ള സമതലം, ആ ഒരു ഭാഗത്ത് ഡെപ്പോസിഷൻ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നു. അവസാദം എന്ന് വെച്ചാൽ സെഡിമെന്റ് ഡെപ്പോസിഷൻ ആണ്. ഹിമാലയൻ റിവേഴ്സിന്റെ സെഡിമെന്റ്സ്, ഹിമാലയൻ നദികൾ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ്, അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടത്. അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ കടക്കുന്നത്. നോക്കൂ, റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ്, ഉയരങ്ങളിൽ നിന്ന് തുടങ്ങുന്ന റിവേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെഡിമെന്റ്സ് താഴോട്ട് കൊണ്ടുവരും. അത് സ്ട്രീമുകളോ അരുവികളോ റിവറോ കൊണ്ടുവരുന്നു. അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ലോ ലേയിങ് ഏരിയസ്, താഴ്ന്ന ഭാഗങ്ങളിൽ. ഒരുപാട് കാലം ഈ ഡെപ്പോസിഷൻ നടക്കുന്നതിന്റെ എഫക്റ്റിൽ വലിയൊരു എക്സ്പാൻസീവ് പ്ലെയിൻ ഫോം ചെയ്യും. ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം മറ്റൊന്നുണ്ട്. ഇവിടെ ഹിമാലയൻ മൗണ്ടെയിന്റെ രൂപീകരണം നമ്മൾ പറഞ്ഞതാണ്. ആദ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററിൽ. ആ ഹിമാലയ മൗണ്ടെയിൻ ഫോം ചെയ്തതിൻ്റെ പാരലായിട്ട് ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ഡിപ്രഷൻ എന്ന് വെച്ചാൽ കുഴി എന്നർത്ഥം. പച്ച മലയാളത്തിൽ കുഴി എന്ന് പറയാം. കുഴി, അതിന് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയും. അത് പിന്നെ അത് നമ്മൾ മലയാളത്തിലാണെങ്കിൽ അതിന് പറയുന്ന പേര് ഒരു തടം എന്നാണ് പറയുന്നത്. തടം ഒരു തടം എന്നാ പറയുന്നത്, തടം. ഓക്കെ, ലിസൺ, ഒരു തടം എന്ന ഒരു വിശാലമായ തടം എന്ന് വെച്ചാൽ ഒരു കുഴി എന്നാണ് അർത്ഥം. തെങ്ങിന് തടം എടുക്കാൻ, തെങ്ങിന് ചുറ്റിലും കുഴി എടുക്കുക എന്നല്ല പറയാം, അതേപോലെയാണ് സംഭവം. ഓക്കെ, ആ കുഴിയിലേക്കാണ് ഈ ഒരു കുഴിയിലേക്കാണ് എന്ത് വന്നതെന്ന് അറിയോ? നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് ഡെപ്പോസിറ്റ് മുഴുവനായിട്ട് ഇറങ്ങി വന്നത്. ഏകദേശം 1000 മുതൽ 2000 മീറ്റർ വരെ ആഴമുണ്ട് ആ കുഴിക്ക്. ലിസൺ, മാത്രമല്ല ഏകദേശം 3500 അല്ലെങ്കിൽ 2400 കിലോമീറ്റർ നീളമുണ്ട് ഇന്ത്യയിൽ മാത്രം. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 3400ഓളം കിലോമീറ്റർ, 3500 കിലോമീറ്റർ നീളമുണ്ട്. നമുക്ക് ഇന്ത്യയിൽ മാത്രം നോക്കിയാൽ മതി, അതിന് കുഴപ്പമില്ല. ഓക്കെ, യെസ്, അതിലെ ഡീറ്റെയിലേക്ക് നമ്മൾ പോയി. ഇൻഡോ ഗാഞ്ചറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനെ കുറിച്ച് നമ്മൾ പറയാനുണ്ട്. അലിസൺ, അങ്ങനെ ഈ ഒരു ഏകദേശം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ താഴ്ചയിലല്ലേ ഈ കുഴി ഫില്ലായി നിറഞ്ഞു. ഈ നിറഞ്ഞ ഈ ഒരു ഭാഗമാണ്, ഇതാണ് നമുക്ക് എന്തായിട്ട് ഇവിടെ രൂപം കൊണ്ടത്? പ്ലെയിൻ ആയിട്ട്, സമതലമായിട്ട് മാറിയത്. നോക്കൂ, ദ ഫെർട്ടൈൽ ഇൻഡോ ഗാഞ്ചറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ വാസ് ആൾസോ ഫോംഡ് ഇൻ ദ സെയിം വേ ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് carried by rivers. ഏത് റിവേഴ്സ്? ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയോ? ഏത് റിവേഴ്സ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. അതും അതിന്റെ ട്രിബ്യൂട്ടറീസും അതിന്റെ പോഷക നദികളും. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അതിന്റെ പോഷക നദികളും അതിന്റെ ട്രിബ്യൂട്ടറീസും കൂടെ ചേർന്ന് ഡെപ്പോസിഷൻ, നിക്ഷേപണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഈ ഒരു സമതലം ഉണ്ടായത്. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കണം കേട്ടോ. ലിസൺ, എവിടെയാണ് ഈ ഡെപ്പോസിറ്റ് വന്നത്? ഈ പറഞ്ഞ കുഴിയെ കുറിച്ചാണ് പറയുന്നത്, ഡിപ്രഷനെ കുറിച്ചിട്ട്. ദ സെഡിമെന്റ്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ എ വാസ്റ്റ് ഡിപ്രഷൻ.
ഒരു വലിയൊരു കുഴിയിലേക്കാണ് വന്നത്. അത് സൗത്ത് ഓഫ് ഹിമാലയത്തിന് തൊട്ട് സൗത്തായിട്ട് ഹിമാലയം ഉണ്ടായപ്പോൾ ഹിമാലയത്തിന് മുമ്പിൽ പാരലായിട്ടുണ്ടായതാണ്. വിച്ച് വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഹിമാലയം ഉണ്ടായപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായ വലിയൊരു കുഴി. അതേ ഉള്ളൂ സംഭവം. നോക്കൂ, ഹിമാലയത്തിന്റെ രൂപീകരണ ഫലമായി ഉണ്ടായ ഹിമാലയത്തിന് തെക്കായി രൂപം കൊണ്ട് ആ ഒരു തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. അവസാദങ്ങൾ, നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടത് ഇവിടെയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ആ ഒരു കുഴി തൂർന്നത്. ഏകദേശം 1000 മുതൽ 2000 മീറ്റർ വരെയാണ് അതിൻ്റെ ആഴം എന്ന് പറയുന്നത്. ഏകദേശം 1000 മുതൽ 2000 മീറ്റർ വരെ ഡെപ്ത് ഉണ്ട് അതിന്. ഓക്കെ, ലിസൺ, 1000 മീറ്റർ ടു 2000 മീറ്റർ ഡെപ്ത് ഉണ്ട്, അല്ലെങ്കിൽ ആ തിക്നെസ് ഉണ്ട്. ആ ഒരു ഏരിയക്ക് തിക്നെസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ബുക്കിലുള്ള കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങളാണ് എഴുതി വെക്കേണ്ടത്. ഞാൻ പറയുന്നു, ഇതൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചേ മതിയാവും. ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താന്ന് ചോദിച്ചാൽ മേക്ക് എ ഷോർട്ട് നോട്ട് ഓൺ രാജസ്ഥാൻ പ്ലേ. ഇത് കറക്റ്റ് ആൻസർ ആണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഞങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ട രീതികളും അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, ക്ലാസ് കേൾക്കണം, ലൈവ് വന്ന് കാണണം. നമ്മുടെ ഏകണ്ട മക്കളാണ്, ആപ്പിലുള്ളവരാണെന്ന് പിന്നെ അവർക്ക് ഒന്നും പേടിക്കാൻ, അത് വേറെ കാര്യം. ഓക്കെ, ബാക്കിയുള്ളവർ എന്തായാലും വന്ന് കാണണം. മേക്ക് എ ഷോർട്ട് നോട്ട് ഓൺ രാജസ്ഥാൻ പ്ലെയിൻ ആൻഡ് ഡിസ്കസ് മരുസ്ഥലി ആൻഡ് ബാഗർ. അടിപൊളി. രാജസ്ഥാൻ സമുദ്രത്തെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക. മരുസ്ഥലി ബാഗർ എന്നാൽ എന്താണ്? എഴുതിയാൽ മതിയാവും. നമുക്കറിയാം 4 ഭാഗങ്ങളുണ്ട്. പ്ലെയിൻസിന് 4 ഭാഗങ്ങളാണുള്ളത്. ആ ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടില്ല, നമുക്ക് എഴുതേണ്ട കാര്യങ്ങളാണ്. ലിസൺ, എന്താ ഇവിടെയാണ് കേട്ടോ ചിത്രം. നോക്കാം. ഇവിടെ രാജസ്ഥാനിൽ കാണുന്ന ഇദ്ദേഹമാണ് രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ രാജസ്ഥാൻ സമതലത്തിൻ്റെ ആ ഒരു കിടപ്പോശ എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ ആരവല്ലി എന്ന് പറഞ്ഞ മൗണ്ടെയിൻ ഉണ്ട്. ഈ ആരവല്ലി മൗണ്ടെയിൻ്റെ ഇവിടെ വെസ്റ്റ് ഭാഗത്ത് ഇവിടെ ഒരു ഡെസേർട്ട് ഉണ്ട്. അത് നമ്മൾ പറയുന്ന പേരാണ് താർ മരുഭൂമി. അപ്പൊ ആരവല്ലി പർവ്വതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് താർ മരുഭൂമി ഉണ്ട്. ഈ താർ മരുഭൂമി അടക്കമുള്ള ഈ ഒരു ഭാഗമാണ് രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ താർ മരുഭൂമിയുടെ നമ്മൾ പറയില്ല, ഒരു 2/3 ഭാഗവും എവിടെയാണെന്നറിയോ? രാജസ്ഥാനിലാണ്. മാത്രമല്ല, ഇതല്ലാതെ മറ്റ് ഏതൊക്കെ സംസ്ഥാനങ്ങളുള്ളതെന്ന് വെച്ചാൽ പഞ്ചാബിലും ഹരിയാനയിലും ഗുജറാത്തിലും ഈ സംസ്ഥാനങ്ങളിലും നമ്മുടെ താർ മരുഭൂമി ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ അത് ആദ്യം നിന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ഒരു പ്ലെയിനിന് നമ്മൾക്ക് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 2 ഭാഗം. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ നമുക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് മരുസ്ഥലി എന്നാ പറയാം. മരുസ്ഥലി എന്ന് പറയും. അതുപോലെ അടുത്തത് ബാഗറാണ്. ബാഗർ. എന്താണ് മരുസ്ഥലി എന്ന് വെച്ചാൽ ആക്ച്വൽ ഡെസേർട്ട് വെച്ചാൽ യഥാർത്ഥ മരുഭൂമി, നല്ല മണലാരണ്യമുള്ള പച്ച മരുഭൂമി എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് നമ്മൾ പറയുന്ന പേരാണ് മരുസ്ഥലി. ഇങ്ങനെ ആക്ച്വൽ ഡെസേർട്ട് എന്ന് എഴുതുന്നുണ്ട്. ആക്ച്വൽ ഡെസേർട്ട്, യഥാർത്ഥ മരുഭൂമി. ഇനി എന്താണ് ബാഗർ എന്ന് പറഞ്ഞാൽ അത് മരുഭൂമിയല്ല, ഒരു സെമി ഡെസേർട്ട് ഏരിയ ആണ്. സെമി ഡെസേർട്ട് എന്ന് പറയാൻ പറ്റും. അതായത് മരുഭൂമി പോലെ തോന്നുന്ന ഒരു വരണ്ട പ്രദേശം എന്ന് പറയില്ല, ഒരു ഡ്രൈ ഏരിയ, ഒരു വരണ്ട ഏരിയ ആണ്, ഡ്രൈ ഏരിയ. ഓക്കെ, അതുപോലെ ഇവിടുത്തെ മഴ എന്ന് പറയുന്നത് വെറും ഒരു 15 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. 200 മില്ലിമീറ്റർ മഴയുള്ളൂ. കേരളത്തിലുള്ളതിൻ്റെ വെറും 1/10 മാത്രമാണ് റെയിൻഫാൾ ഉള്ളത്. ഓക്കെ, ഈ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അവിടുത്തെ ആ ഒരു സാൾട്ട് വാട്ടർ ലേക്കിനെ കുറിച്ചിട്ടും സാമ്പാർ ലേക്കിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ലൂണി എന്ന് പറഞ്ഞ റിവർ ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്യുക, ലൂണി റിവറൊക്കെ. ഓക്കെ, യെസ്. ഈ ലൂണി റിവറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നോൺ പെരിനിയലാണ്. നോൺ പെരിനിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റിപ്പോകുന്നതാണ്. വറ്റിപ്പോകുന്ന വെച്ചാൽ വേനൽക്കാലത്ത് വെള്ളം കിട്ടാത്ത, വേനൽക്കാലത്ത് വർഷം മുഴുവൻ വെള്ളം കിട്ടാത്ത നദികളാണ് ലൂണി നദിയൊക്കെ. ഈ ലൂണി നദിയെക്കുറിച്ചിട്ടും അതുപോലെ ഉപ്പ് തടാകങ്ങളെക്കുറിച്ച് സാമ്പാർ എന്ന് പറഞ്ഞ തടാകമുണ്ട്, സാമ്പാർ തടാകം. ഈ സാമ്പാർ തടാകത്തെക്കുറിച്ച് ജസ്റ്റ് ഇന്ത്യ ഒന്ന് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഞാൻ 3 ചോദ്യമാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ വേണം സാറേ, ഇതുമായി ബന്ധപ്പെട്ട ലൈവ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ബോക്സിൽ എന്തായാലും പറയണം. പറഞ്ഞാൽ കരയുന്ന കൊച്ചിനെ വാലുള്ളൂ, എന്നാലും ഞാൻ ഇടത്തുള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കാണാതിരിക്കുക. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെയൊക്കെ അയച്ചു കൊടുത്ത് മക്കളെ ഇങ്ങോട്ട് കയറി വാടാ, ഫുൾ സെറ്റാന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവരും വേണം. ഓക്കെ, യെസ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ, ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വിവരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ആര് പറഞ്ഞു, താർ മരുഭൂമിനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിന്ധു നദിയുടെ സിന്ധുവിനെ പറയാൻ പോവാണ്. പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. നമ്മൾ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്നും നമ്മുടെ ഇൻഡസ് പ്ലെയിൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ആദ്യം തന്നെ പറയാനുള്ളത് ഇതൊരു ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഭാഗമാണ്.
രാജസ്ഥാൻ മരുഭൂമി രാജസ്ഥാൻ പ്ലെയിനിന്റെ ഒരു ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ സിന്ധു നദിയുടെ അല്ലെങ്കിൽ ഇൻഡസിന്റെ സ്ഥാനം എന്നുള്ളത്. പിന്നെ ഇതിലൂടെ വേറൊരു റിവർ പോകുന്നുണ്ട്. ആ റിവറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, യമുന നദിയുണ്ട്. ഈ യമുന നദിയുടെ വെസ്റ്റ് ഭാഗത്തായിട്ടാണ്, വെസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഈസ്റ്റേൺ മാർജിൻ യമുനയാണ്. ഇവിടെ ആരുണ്ട്? ഇൻഡസ്. പ്രധാനപ്പെട്ട റിവേഴ്സ്, ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട റിവേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചെനാബ്, ബിയാസ്, സത്ലജ്, രവി, ഒരാളും കൂടെ ഉണ്ടല്ലോ, ചെനാബ്, ബിയാസ്, രവി, സത്ലജ്, ജലം. 5 റിവേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇത് ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്ന് പഞ്ചാബ് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് 5 റിവേഴ്സ്, എറ്റിമോളജിക്കലി പറയുന്ന പേര് ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നാണ്. അപ്പോൾ അത് അങ്ങനെയാണ് വന്നത്. അതുപോലെ ഇവിടെ ഒരു റിവർ ഇങ്ങനെ പോകുന്നുണ്ട്, അടുത്ത റിവർ അതിലോട്ട് വന്ന് ചേരുന്നുണ്ട്. ഇങ്ങനെ ഒരു രണ്ടും കൂടെ ചേർന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റിവേഴ്സ് വന്ന് ചേരുന്നുണ്ട്, ഒരുപാട് നദികൾ വന്ന് ചേരുന്നുണ്ട്. ലിസൺ, ഈ 2 നദികൾക്കിടയിലുള്ള ഈ ഭാഗത്ത് നമ്മൾ പറയുന്ന പേര് ദ്വാബ് എന്നാണ്. ദ്വാബ്. ഇങ്ങനെ ഒരുപാട് ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളുടെ പേര് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അത് എക്സ്ട്രാ റീഡിംഗ് ആണ്. നിങ്ങളുടെ ബുക്കിൽ ഇത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ദ്വീപ് എവിടുത്തെ ഫീച്ചേഴ്സ് ആണെന്ന് ചോദിച്ചാൽ എസ്പെഷ്യലി ഇൻ ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ആ പഞ്ചാബ് ഹരിയാന സമുദ്രത്തിന്റെ പ്രത്യേകതയാണ് ദ്വീപ് എന്ന് പറയുന്നത്. ദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, 5 നദികളുടെ നാടെന്ന് അറിയപ്പെടുന്നത് ചെനാബ്, ബിയാസ്, രവി, സത്ലജ്, ജലം. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് വെറും 1.75 ലക്ഷം. ഓക്കെ, ലക്സ് എന്ന് പറയുന്നത് ലക്ഷം, 1.75 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. ആ ഏരിയ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയുള്ളത്, പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ച് പറയും. ഇനി ഈ ഗംഗാ സമുദ്രത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏരിയ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏകദേശം 3.75 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. 3.25 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ, 3.75. ഓക്കെ, ഏകദേശം അത്രത്തോളം കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു അതിരെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ്റെ ഇവിടെ ആരാണ്? നമ്മുടെ യമുനയുണ്ട്. യമുനയാണ് ഒരു ഭാഗത്ത്, യമുന. ഓക്കെ, അതുപോലെ ഇതിൻ്റെ എൻ്റെ എവിടെ ഉള്ളവരോ ബംഗ്ലാദേശിലാണ്, ഒരറ്റം ബംഗ്ലാദേശിലാണ്. ഓക്കെ, ബംഗ്ലാദേശ് വരെയുണ്ട്. അത്രയും വലിയൊരു ഏരിയ ഉണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങളൊക്കെ അത് ഞാൻ പഞ്ചാബ് ഹരിയാന പ്ലെയിനിൽ പറഞ്ഞിട്ടില്ല അല്ലേ. പഞ്ചാബ്, ഹരിയാന, അതുപോലെ ഹിമാചൽ പ്രദേശ് ഉള്ളത്. ഇവിടെ ഉത്തരാഖണ്ഡ് ഉണ്ട്, അതുപോലെ ഇവിടെ നമ്മൾ ഡൽഹി ഉണ്ട്, അതുപോലെ ഹരിയാനയുടെ ഭാഗങ്ങളുണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, അതുപോലെ ബീഹാർ ഉണ്ട്, അതുപോലെ ബംഗാൾ ഉണ്ട്, ജാർഖണ്ഡിന്റെ ഭാഗങ്ങളുണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുവിധം നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഹരിയാന, ഡൽഹി, ഈ സ്റ്റേറ്റുകളൊക്കെ നമ്മുടെ ഗംഗാ പ്ലെയിൻ കവർ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടെന്ന് അർത്ഥം. ഇനി ഈ ഗംഗാ പ്ലെയിന്റെ ഒരു സ്ലോപ്പ് ഞാൻ പറയാൻ വിട്ടുപോയി. സ്ലോപ്പ് നമുക്ക് മനസ്സിലാക്കാം. റിവേഴ്സ് എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ റിവർ പോകുന്നത് വെസ്റ്റിലോട്ടാണ്. പഞ്ചാബ് ഹരിയാന പ്ലെയിനിൽ റിവർ പോകുന്നത് വെസ്റ്റിലോട്ടാണ്. അപ്പൊ നമുക്കത് പറയാൻ പറ്റും വെസ്റ്റിലോട്ടാണ് സ്ലോപ്പ്. പടിഞ്ഞാറോട്ടാണ് അതിന്റെ ചെരിവ് എങ്ങോട്ടാണ്? ചെരിവ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ചെരിവ് നോക്കുകയാണെങ്കിൽ വെസ്റ്റിലോട്ടാണ്, അതോ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ചെരിവുള്ളത്. ഇവിടെ നോക്ക്, റിവേഴ്സ് എല്ലാം പോകുന്നത് ഒരു ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ, ഇങ്ങോട്ടാണ് റിവർ പോകുന്നത്. അപ്പൊ നമുക്ക് സ്ലോപ്പ് പറയാൻ പറ്റുക ഒന്നെങ്കിൽ അത് ഈസ്റ്റിലോട്ടാണ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. കിഴക്കോട്ടോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോട്ടാണ് ഇതിന്റെ ചെരിവുള്ളത്. ഒരു 200 മീറ്റർ ആണ് ഇതിന്റെ ഉയരമെന്നും, സീ ലെവലിൽ നിന്ന് ഒരു 200 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്നും പറയുന്നത്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത് പറയുന്നത് ഈ ഗംഗാ പ്ലെയിനെ, ഗംഗാ സമുദ്രത്തെ നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാം. ഒന്നാമത്തത് അപ്പർ ഗംഗാ പ്ലെയിൻ ആണ്. അപ്പർ ഗംഗ, അതായത് ഉപരിഗംഗ എന്ന് പറയുന്നത് ഉപരിഗംഗ. അതുപോലെ മധ്യഗംഗ, മിഡിൽ ഗംഗ എന്ന് പറയും. അതുപോലെ അടുത്തത് ലോവർ ഗംഗ പ്ലെയിൻ, മിഡിൽ ഗംഗ, ലോവർ ഗംഗ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്നാ ജസ്റ്റ് എന്ന് പറയും. മധ്യഗംഗ, അതുപോലെ കീഴ്ഗംഗ, ബംഗാളിലുള്ള ഭാഗമാണ്, ജസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഗംഗാ പ്ലെയിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇത്രയുള്ള കാര്യം. ഇനി അടുത്ത അവസാനത്തെ ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ്. ഇത് കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ദുബ്രി എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഇവിടെ ദുബ്രി എന്നാ പറയുക, ദുബ്രി. ഈ ദുബ്രി മുതൽ ഇവിടെ ബംഗ്ലാദേശ് വരെ ഏകദേശം 700-725 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ വീതിയൊക്കെ അത്രയും 60 to 70 കിലോമീറ്റർ ആണ് അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളല്ല. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മൊത്തം സറൗണ്ടഡ് ബൈ എന്താണെന്ന് അറിയാവോ? മൗണ്ടെയിൻസ് ആണ്. ഈ ബ്രഹ്മപുത്ര പ്ലെയിന്റെ എല്ലാ ഭാഗത്തും മൗണ്ടെയിൻസ് ആണ്. നോക്കുക, നോർത്തിലാണെങ്കിൽ നമുക്കറിയാം ആസാം ഹിമാലയ അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്ന ഭാഗമാണ് ഈസ്റ്റേൺ ഹിമാലയ. ഇനി നമ്മൾ ഒരു ഈസ്റ്റ് ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ പഡ്കായ് ഭൂമി നാഗ ഹിൽസുമാണ്. പഡ്കായ് നാഗയാണ് ഈ ഒരു ഭാഗത്തിൽ. ഇവിടെ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇവിടെ ഞാനത് ഓക്കെ ലിസൺ.
ഇതാണ് നമ്മുടെ ആസാം ഹിമാലയ, ഓക്കെ, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത്. ഇവിടെ പട്കായ് ഭൂമും നാഗാ ഹിൽസും, നാഗാ കുന്നുകളുണ്ട്. ഇനി നമ്മൾ സൗത്ത് എടുത്തു കഴിഞ്ഞാൽ സൗത്ത് തെക്ക് ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്? ഗാസി ഗാരോ ജയന്തി ഉണ്ട്. ഗാസി ഗാരോ ജയന്തി ഉണ്ട്. അതുപോലെ മിക്കിർ ഹിൽസ് ഉണ്ട്. മിക്കിർ ഹിൽസ് ഇതൊക്കെ തന്നെ ഈ ഒരു റീജിയനിലാണ് ഇവിടെയുള്ളത്. ഗാസി ഗാരോ ജയന്തി, മിക്കിർ ഹിൽസ്. ഇതിന്റെ ഇടയിലായിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഞാനിവിടെ കാണിക്കാം. ശ്രദ്ധിക്കുക. ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ചെയ്യാം. ഈ ബ്ലൂ കളർ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രഹ്മപുത്ര റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസുമാണ് അവിടെ പോകുന്നത്. ബ്രഹ്മപുത്ര റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ലോഹിത് ഉണ്ട്, അതുപോലെ മാനസ് ഉണ്ട്, അതുപോലെ പിന്നെ ഉള്ളത് ദിബാങ് ഉണ്ട്, ദിബാങ് റിവർ, അതുപോലെ സുബാൻസിരി ഉണ്ട്, ലോഹിത്തിന്റെ മാനസ് ഉണ്ട്, അതുപോലെ തിസ്ത റിവർ. ഇങ്ങനെ ഒരുപാട് റിവേഴ്സ് ഒക്കെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അവിടെ എന്തായാലും വേണം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പുസ്തകം വായിക്കുന്ന സമയത്ത് ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പോയിന്റ്സ് ചെറിയ ഷോർട്ട് നോട്ട് ആക്കി വെക്കാം. അതിലൊരു മടി ഉണ്ടാകാൻ പാടില്ല ഷോർട്ട് നോട്ട് ആക്കി വെക്കുന്നതിലോ അതിലൊന്നും. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ഇതൊരു ജനറൽ അവയർനെസ് ആണ്. എങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് എന്ന് മാത്രം. ചോദ്യങ്ങൾ എങ്ങനെ വരിക എന്നുള്ളത് ബാക്കി നിങ്ങൾ സ്കൂളിൽ എടുക്കുന്ന സമയത്തും നമ്മുടെ ഈഗന്റെ ക്ലാസ്സിലും കണ്ടിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. ഇതിന് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ലൈവ് ഒക്കെ വേണമെങ്കിൽ അടിയിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ എന്തായാലും ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും തരണം കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ.